പത്തനംതിട്ട എക്സൈസ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്താനിരുന്ന മാർച്ച് മാറ്റിവെച്ചു. നേതാക്കൾക്ക് പങ്കെടുക്കുന്നതിൽ അസൗകര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു തീരുമാനം, പിന്നെ മറിച്ചൊരു തീരുമാനം, ഇതെങ്ങനെയുണ്ടായി? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത്. യുവമോർച്ചയിൽ നിന്നും BJP-യിൽ നിന്നുമുള്ള ആളുകൾ CPM-ലെത്തുകയും CPM ജില്ലാ സെക്രട്ടറിയും ഒപ്പം CPM-ന്റെ മന്ത്രി കൂടിയായ വീണ ജോർജ് ചേർന്ന് സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് പിന്നീട് പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചു. പ്രത്യേകിച്ചും ശരത്തിനെയും ഒപ്പം തന്നെ ഇപ്പോൾ യദുകൃഷ്ണനെയും. ശരത്ത് BJP-യുടെ കാപ്പ കേസിലെ പ്രതിയാണെന്ന് ആരോപിച്ച് വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു. തൊട്ടു പിന്നാലെയാണ് യദുകൃഷ്ണൻ യുവമോർച്ചയിൽ നിന്നും നേരെ ഡിവൈഎഫ്ഐയിലേക്ക് എത്തുന്നത്. യദുകൃഷ്ണനെ കഞ്ചാവ് കള്ളക്കേസിൽ കുടുക്കി എന്നാണ് പുതിയ ആരോപണം. അതായത് കുമ്പഴ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ ചേർന്ന് അദ്ദേഹത്തിനെ മദ്യപിച്ചതിന് പിടികൂടുകയും പിന്നീട് കള്ളക്കേസിൽ കഞ്ചാവ് കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കള്ളക്കേസിൽ കുടുക്കിയെന്നുമായിരുന്നു ആരോപണം. ഇതിനെതിരെ ഡിവൈഎഫ്ഐയും CPM വലിയ തരത്തിലുള്ള പ്രതിഷേധം ജില്ലയിൽ തന്നെ ഉയർത്തിയിരുന്നു. നിരവധി പരാതികൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും ഒപ്പം എക്സൈസ് മന്ത്രിക്കും യുവജനക്ഷേമ ബോർഡ് തുടങ്ങിയ എല്ലാത്തിനും പരാതി അയച്ചിരുന്നു. യദുകൃഷ്ണൻ നിരപരാധിയാണെന്നും ഇത്തരത്തിൽ വ്യാജ കേസുണ്ടാക്കിയതിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ പിന്തുണയുള്ള ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയായിരുന്നു അന്ന് ഡിവൈഎഫ്ഐയും CPM-ഉം പ്രതിഷേധിച്ചത്. അതേ തുടർന്ന് ഇന്ന് ഓഫീസിലേക്ക് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്താൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരുന്നു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഒരു മുതിർന്ന നേതാവിന്റെ മരണത്തെ തുടർന്ന് തൽക്കാലം മാർച്ച് മാറ്റിവെക്കുന്നു എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. മറ്റു തരത്തിലെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തതയില്ല. വരും ദിവസങ്ങളിൽ ഈ മാർച്ച് ഉണ്ടാകും, മാർച്ചിൽ മാറ്റമുണ്ടാകില്ല എന്ന് തന്നെ നേതാക്കൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇനിയും യുവമോർച്ചയിൽ നിന്നും നിരവധി പേരാണ് പത്തനംതിട്ടയിൽ CPM-ലും DYFI-യിലേക്കും വരുന്നതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തടയിടുന്നതിന് വേണ്ടി കോൺഗ്രസും ഒപ്പം തന്നെ BJP-യും ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണ് ഇതിന് പിന്നിൽ എന്നും ഒരു വലിയ തരത്തിലെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഇങ്ങനെ ആളുകളെ അല്ലെങ്കിൽ BJP-യിൽ നിന്ന് വരുന്ന കാപ്പ കേസ് ഉൾപ്പെടെയുള്ള ആളുകളെ പാർട്ടിയിലേക്ക് എടുക്കുന്നതിനോട് പാർട്ടിക്ക് അകത്തുള്ള ഒരു വിഭാഗം ആളുകൾക്കും കടുത്ത വിയോജിപ്പുണ്ട്. ഈ വിയോജിപ്പ് വരും ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വരാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ പാർട്ടിയെ ഒരു വല്ലാത്ത ചക്രവ്യൂഹത്തിൽ പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് അവിടുത്തെ CPM നേതാക്കൾ തന്നെ പറയുന്നത്. എന്തായാലും ഇങ്ങനെ വലിയ വിവാദമായ അല്ലെങ്കിൽ കാപ്പ കേസിലും ഇതുപോലെ കഞ്ചാവ് കേസിലും ഒക്കെ ഉൾപ്പെടുന്നവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനോട് ചിലർ വിയോജിപ്പും രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് ഒരുപക്ഷെ ഇന്നത്തെ മാർച്ച് മാറ്റിയെന്നും ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്നാൽ DYFI നേതാക്കൾ പറയുന്നത് ഒരു മുതിർന്ന നേതാവിന്റെ മരണം, ആ മരണത്തെ തുടർന്ന് നേതാക്കൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകേണ്ടതായ സാഹചര്യം ഉള്ളത് കൊണ്ടാണ് തൽക്കാലം മാർച്ച് മാറ്റിവെക്കുന്നത്. വരും ദിവസങ്ങളിൽ DYFI എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് തന്നെ അറിയിക്കും. ശരി ബിനോയ്.